സമരക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യ തലസ്ഥാനത്ത് അഴിഞ്ഞാടിയപ്പോൾ മിണ്ടാതിരുന്നത് കഴിവുകേട് കൊണ്ടല്ല എന്ന് ഇപ്പോൾ പാറ്റകളെ പിന്തുണച്ചിഴഞ്ഞു നടന്ന പല്ലികൾക്കും പഴുതാരകൾക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇതിനെയൊക്കെ കൊത്തിപ്പെറുക്കി ഇല്ലാതാക്കാൻ കഴിയുന്ന കഴുകനെ ഇറക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതെ, NSA. ഈ കഴുകനുമേൽ മറ്റൊന്നില്ല. UAPA ആണ് ഭീകരം എന്ന് കരുതിയവർക്കൊക്കെ തെറ്റി. NSA മാരകമായ നിയമമാണ്. കേന്ദ്ര സർക്കാർ NSA എന്ന വാളെടുത്തപ്പോൾ സമര കേന്ദ്രങ്ങളിൽ ഭയം തുടങ്ങി. നഗര തലസ്ഥാനത്തെ വിറപ്പിച്ച സോനം വാങ്ചുക് എല്ലാം അവസാനിപ്പിച്ച് മോദിയുടെ കാലിൽ വണങ്ങി തിരിച്ചുപോയി. CJPയുടെ സ്ഥാപകനെ മഷിയിട്ട് നോക്കിയിട്ട് കാണുന്നില്ല. അത്രത്തോളം ഭീകരമാണ് NSA. കുറ്റാരോപണങ്ങൾ ഒന്നും കൂടാതെ തന്നെ 12 മാസം വരെ തടങ്കലിലാക്കാൻ സാധിക്കുന്നതാണ് NSA എന്ന ദേശീയ സുരക്ഷാ നിയമം. NSA പ്രഖ്യാപിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി ദില്ലി പോലീസ് കമ്മീഷണർക്കാണ്. ഇത് മാത്രമല്ല, ഈ കലാപത്തിന് ഫണ്ടിംഗ് നടത്തിയവരെ കുറിച്ച് NIA അന്വേഷണം വേണം എന്ന ഹർജിയും ഡൽഹി ഹൈക്കോടതി വാദം കേൾക്കാൻ പോവുകയാണ്. എന്താണ് ഈ ദേശീയ സുരക്ഷാ നിയമത്തിന്റെ പ്രത്യേകത? സാധാരണ അറസ്റ്റിന് വാറണ്ട് വേണം, NSAക്ക് വേണ്ട. ജില്ലാ മജിസ്ട്രേറ്റ്, പോലീസ് കമ്മീഷണർ തുടങ്ങിയവർക്ക് നേരിട്ട് ഉത്തരവിടാം. FIR ഇട്ട് കോടതിയിൽ കൊണ്ടുപോകേണ്ടതില്ല. 12 മാസം വരെ കുറ്റപത്രമില്ലാതെ തടങ്കലിൽ വെക്കാം. ഇതാണ് ഇതിനെ പവർഫുൾ ആക്കുന്നത്. തടവിലായ ആൾക്ക് അഡ്വൈസറി ബോർഡിന് മുന്നിൽ പരാതി നൽകാം, പക്ഷെ ബോർഡിന് മുന്നിൽ വക്കീലിനെ കൊണ്ടുവരാൻ നിയമം അനുവദിക്കുന്നില്ല. ഡൽഹിയിൽ നടന്നത് ഇതാണ്. സെക്ഷൻ 3(3) പ്രകാരം ഡൽഹി പോലീസ് കമ്മീഷണർക്കുള്ള അധികാരം ജൂലൈ 19 മുതൽ ഒക്ടോബർ 18 വരെ 3 മാസത്തേക്ക് നീട്ടിയിരിക്കുകയാണ്. ഇത് ഓരോ 3 മാസം കൂടുമ്പോഴും നടക്കുന്ന റൂട്ടീൻ നടപടിയാണ്. പുതിയ നിയമമല്ല. ഈ നിയമം കൊണ്ടുവന്നത് 1980-ൽ ഇന്ദിരാഗാന്ധി സർക്കാരാണ്. ഇന്നുവരെ എല്ലാ സർക്കാരുകളും NSA ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു പാർട്ടിയുടെ മാത്രം ആയുധമല്ല, ഭരണകൂടത്തിന്റെ ആയുധമാണ്. ഇന്ന് 12 മണിക്ക് സമരക്കാരുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടക്കുന്നുണ്ട്. അതേ തുടർന്ന് സമരം അവസാനിപ്പിക്കാൻ ഇനിയും തയ്യാറായില്ല എങ്കിൽ കേന്ദ്ര സർക്കാർ NSA എന്ന ആയുധം കയ്യിലെടുക്കും. ക്രിമിനലുകളെ കരുതൽ തടങ്കലിൽ വയ്ക്കാൻ അനുവദിക്കുന്ന നിയമമാണിത്. ഇനി വരും ദിവസങ്ങളിൽ വലിയ വെളിപ്പെടുത്തലുകളാണ് ഉണ്ടാകാൻ പോകുന്നത്. ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന എന്തൊക്കെ പരിപാടികളാണ് രാജ്യത്തിനുള്ളിൽ നടന്നത്, ആരൊക്കെയാണ് അതിന് കൂട്ടുനിന്നത്, ഒന്നൊഴിയാതെ എല്ലാറ്റിനെയും അകത്താക്കാൻ NSA എന്ന മാരക നിയമം മാത്രം ധാരാളം. സമരം രൂക്ഷമായപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്ത നടപടികൾ ഒറ്റ നോട്ടത്തിൽ പരിശോധിക്കുകയാണ് എങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിച്ചു, ഉദ്യോഗസ്ഥരെ മാറ്റി, വകുപ്പ് സെക്രട്ടറിയെ മാറ്റി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വീഡിയോയിൽ വന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തു. ഇനിയും മുന്നോട്ട് പോയാൽ അവസ്ഥ ഭീകരമാകും. മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം കേന്ദ്രം അംഗീകരിക്കില്ല. രാജ്യത്തിന്റെ പല കോണുകളിൽ ഇരുന്നു കൊണ്ട് ക്രിമിനലുകൾ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് മന്ത്രിമാർ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണമെന്ന് പറഞ്ഞാൽ രാജ്യത്ത് ഓരോ മണിക്കൂറിലും മന്ത്രിമാരുടെ രാജിക്ക് മാത്രമേ സമയമുണ്ടാവുകയുള്ളൂ, ഭരിക്കാൻ സമയമുണ്ടാവില്ല. അതുകൊണ്ട് എന്തായാലും ആ വിഷയത്തിന് ചർച്ചയിൽ പ്രസക്തിയില്ല. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന 12 വർഷം കൊണ്ട് ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനത്തിലും പ്രതികരണ രീതികളിലുമൊക്കെ വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിച്ച വ്യക്തിയാണ് അജിത് ഡോവൽ. ആ മാറ്റത്തിന് പിന്നിലെ തത്വശാസ്ത്രം ഡോവൽ നയം എന്ന് തന്നെയാണ് വിളിക്കപ്പെടുന്നത്. ശത്രു ആക്രമിച്ച ശേഷം സംയമനത്തോടെ പ്രതികരിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന പതിവിനെ പാർലമെന്റ് ആക്രമണത്തിന് മുമ്പേ ആക്രമണത്തിന് ശേഷം കണ്ടതുപോലെ ഈ നയം പൊളിച്ചെഴുതി. ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാഹസത്തിന് മുതിർന്നാൽ കനത്ത വില ഭീകരരും പാകിസ്ഥാനും നൽകേണ്ടി വരുമെന്ന സന്ദേശം നൽകിയത് ഓപ്പറേഷൻ സിന്ദൂറിലാണ്. വാക്കാലല്ല, പ്രവൃത്തി കൊണ്ട്. സർജിക്കൽ സ്ട്രൈക്കിലും ബാലാക്കോട്ട് ആക്രമണത്തിലും ഓപ്പറേഷൻ സിന്ദൂറിലും നമ്മൾ അത് കണ്ടു. ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് തുനിയുമ്പോൾ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ആലോചിച്ച് ഭയന്ന് പിന്മാറാൻ പ്രേരിപ്പിക്കുന്ന അത്ര വേദനാജനകമായ പാഠം അത് ഫലിക്കുന്നുണ്ട് എന്നത് വ്യക്തമായതാണ്. എന്തായാലും രാജ്യത്തിനകത്ത് തന്നെ രാജ്യദ്രോഹികളായ രാജ്യത്തിലെ പൗരന്മാർ ഇത്തരത്തിൽ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായ സമരങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ സമരത്തിന് മറുപടി പറയേണ്ടത് NSA എന്ന മൂർച്ചയുള്ള വാളുകൊണ്ടാണ് എന്ന് കേന്ദ്രത്തിന് അറിയാം. അത് തക്ക സമയത്ത് കേന്ദ്രം പ്രയോഗിച്ചിരിക്കുകയാണ്. എന്തായാലും 12 മണി കഴിയുമ്പോൾ എല്ലാ ചിത്രവും കൃത്യമായി വ്യക്തമാകും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.